ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് മാമാങ്കത്തിന് എസ്റ്റാഡിയോ അസ്റ്റക്കയിൽ അരങ്ങേറിയത് വികാരനിർഭരവും നാടകീയമായ ഒരു തുടക്കം. ആതിഥേയരായ മെക്സിക്കോ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയപ്പോൾ ഗോളുകൾക്കൊപ്പം കളിയിലെ കടുത്ത ഫിസിക്കൽ ടാക്ടിക്സും 3 ചുവപ്പ് കാർഡുമാണ് ഉദ്ഘാടന മത്സരത്തെ അവിസ്മരണീയമാക്കിയത്. പരുക്കൻ കളി പുറത്തെടുത്ത് സൗത്ത് ആഫ്രിക്കയുടെ 2 താരങ്ങൾ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായപ്പോൾ മെക്സിക്കോയുടെ ഒരു താരത്തിനും ചുവപ്പ് കാർഡ് ലഭിച്ചു. പ്രതിരോധത്തിൽ കോട്ടകെട്ടി 5-3-2 എന്ന ഫോർമേഷനിലാണ് സൗത്ത് ആഫ്രിക്ക ബോട്ടണിഞ്ഞത്. ആതിഥേയരായ മെക്സിക്കോ 4-1-2-3 ഫോർമേഷനിലാണ് ഇറങ്ങിയത്. തുടക്കത്തിലെ പന്ത് കൈവശം വെച്ച് കളിക്കാനുള്ള നീക്കമാണ് മെക്സിക്കോ നടത്തിയത്. എന്നാൽ പതിയെ സൗത്ത് ആഫ്രിക്ക താളം കണ്ടെത്തി. 3-ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ മെക്സിക്കോക്കായില്ല. 4-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്ക വിറച്ചു. മെക്സിക്കോയുടെ കുന്തമുനയ ജിമിനസിന്റെ മിന്നൽ ഷോട്ട് സൗത്ത് ആഫ്രിക്കൻ ഗോൾ ലക്ഷ്യമാക്കി നീങ്ങിയെങ്കിലും ഗോൾ കീപ്പർ റോൺവർ വില്യംസിന്റെ തകർപ്പൻ സേവ് രക്ഷപ്പെടുത്തി. ആക്രമണോത്സുകതയോടെയാണ് ഇരു ടീമും മുന്നേറിയത്. 9-ാം മിനിറ്റിൽ മെക്സിക്കോ അക്കൗണ്ട് തുറന്നു. ഗോൾ കീപ്പറുടെ പിഴവും മധ്യനിര താരം സ്റ്റിഫലോ സിദോളയുടെ പിഴവുമാണ് ഗോളിന് വഴിവെച്ചത്. വില്യംസ് സിദോളയ്ക്ക് നൽകിയ പന്തിനെ കൃത്യമായി നീളത്തിലാക്കാൻ സിദോളക്കായില്ല. ഈ പന്ത് തട്ടിയെടുത്ത് എറിക് ലിറ തട്ടി നൽകിയ പന്തിനെ ജൂലിയൻ കിനോട്ട് മിന്നൽ ഷോട്ടിലൂടെ വലയിലാക്കി. തുടക്കത്തിലെ ലീഡ് ലഭിച്ചതോടെ മെക്സിക്കോയുടെ ആത്മവിശ്വാസം ഉയർന്നു. ഗോൾ വഴങ്ങിയതോടെ പരുക്കൻ കളിയിലേക്ക് സൗത്ത് ആഫ്രിക്ക നീങ്ങി. ആതിഥേയരായ മെക്സിക്കോയുടെ ആധിപത്യമാണ് തുടക്കം മുതൽ കാണാനായത്. സൗത്ത് ആഫ്രിക്കയുടെ മുന്നേറ്റങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ മെക്സിക്കോയ്ക്കായി. 30-ാം മിനിറ്റിൽ മെക്സിക്കോയുടെ ബ്രിയാൻ ഗുട്ടറസിന്റെ ബോക്സിനുള്ളിലെ ഷോട്ട് സൗത്ത് ആഫ്രിക്കൻ പ്രതിരോധം തടഞ്ഞു. 34-ാം മിനിറ്റിൽ മെക്സിക്കോയുടെ മികച്ച മുന്നേറ്റം. എന്നാൽ സൗത്ത് ആഫ്രിക്കൻ ഗോളി വീണ്ടും ടീമിനെ രക്ഷിച്ചു. 37-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് അവസരം. എന്നാൽ ലൈൽ ഫോസ്റ്റിന്റെ ഹെഡർ പോസ്റ്റിന് പുറത്തേക്ക് പോയി. കുറുകിയ പാസുകളിലൂടെ മെക്സിക്കോ സൗത്ത് ആഫ്രിക്കൻ ഗോൾ മുഖത്തേക്ക് തുടരെ പന്തെത്തിച്ചു. 41-ാം മിനിറ്റിൽ വീണ്ടും വില്യംസ് മിന്നും സേവിലൂടെ സൗത്ത് ആഫ്രിക്കയെ രക്ഷിച്ചു. 42-ാം മിനിറ്റിൽ വീണ്ടും മെക്സിക്കോയുടെ ആക്രമണം. ബോക്സിൽ ലഭിച്ച പന്തിനെ ജൂലിയൻ കിനോൺസ് ഷോട്ട് കൊടുത്തെങ്കിലും പോസ്റ്റിലടിച്ച് മടങ്ങി. ആദ്യ പകുതിയുടെ അധിക സമയത്ത് മെക്സിക്കോയ്ക്ക് വീണ്ടും അവസരം. എന്നാൽ മിഡ്ഫീൽഡർ ബ്രിയാൻ ഗുട്ടിയറസിന്റെ ഷോട്ട് ദുർബലമായി പോയി. പിന്നാലെ ആദ്യ പകുതിക്ക് വിസിലും മുഴങ്ങി. ഇതോടെ 1-0 ലീഡോടെ ആദ്യ പകുതി അവസാനിപ്പിക്കാൻ മെക്സിക്കോയ്ക്ക് സാധിച്ചു. 2-ാം പകുതിയുടെ തുടക്കം തന്നെ സൗത്ത് ആഫ്രിക്കയുടെ പിഴവ്. എന്നാൽ ദൗർഭാഗ്യവശാൽ മെക്സിക്കോയ്ക്ക് ഇത് മുതലാക്കാനായില്ല. ഗോൾ കീപ്പർ നൽകുന്ന പന്തിനെ കൃത്യമായി നിർണ്ണയത്തിലാക്കാൻ സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് സാധിക്കാത്തത് തിരിച്ചടിയാവുന്നുണ്ടായിരുന്നു. 40-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ സിദോളയ്ക്ക് ചുവപ്പ് കാർഡ്. ഗോളെന്നുറപ്പിച്ച മെക്സിക്കോയുടെ ബ്രയൻ ഗുട്ടിയറസിന്റെ മുന്നേറ്റത്തെ ബോക്സിന് തൊട്ടുപുറത്ത് വെച്ച് ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിനാണ് സിദോളയ്ക്ക് ചുവപ്പ് ലഭിച്ചത്. 10 പേരെ സൗത്ത് ആഫ്രിക്ക ചുരുങ്ങിയതോടെ മെക്സിക്കോ ആക്രമണം കടുപ്പിച്ചു. 2 മാറ്റങ്ങളോടെ സൗത്ത് ആഫ്രിക്ക മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു. 66-ാം മിനിറ്റിൽ 17-കാരനായ മോറയ്ക്ക് മെക്സിക്കോ അവസരം നൽകി. ലോകകപ്പ് കളിക്കുന്ന പ്രായം കുറഞ്ഞ മെക്സിക്കോ താരമാണ് മൊറ. 67-ാം മിനിറ്റിൽ സൗത്ത് ആഫ്രിക്കയുടെ നെഞ്ചിലേക്ക് മെക്സിക്കോയുടെ 2ാമത്തെ വെടി. റൗൾ ജിമിനസ് ഹെഡറിലൂടെ പന്ത് പോസ്റ്റിലെത്തിക്കുകയായിരുന്നു. റോബർട്ടോ അൽവാരഡോ ബോക്സിലേക്ക് നൽകിയ ക്രോസിലാണ് ജിമിനസിന്റെ ഹെഡർ ഗോൾ. പരുക്കൻ കളി പുറത്തെടുത്ത സൗത്ത് ആഫ്രിക്കയ്ക്ക് വീണ്ടും ഒരു തിരിച്ചടി. 83-ാം മിനിറ്റിൽ ചുവപ്പ് കാർഡ് കണ്ട് മറ്റൊരു താരത്തും കൂടി പുറത്തു പോകേണ്ടി വന്നു. അൽവാർഡോയെ മുഖത്തടിച്ചതിന് ടെമ്പ സ്വാനിയാണ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത്. വാർ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു റഫറിയുടെ തീരുമാനം. ഇതോടെ സൗത്ത് ആഫ്രിക്ക 9 പേരായി ചുരുങ്ങി. 90-ാം മിനിറ്റിൽ മെക്സിക്കോയുടെ സീൻ മൊണ്ടസിനും റെഡ് കാർഡ് ലഭിച്ചു. സൗത്ത് ആഫ്രിക്കയുടെ ഗുലിസോ മുഡോവിന്റെ മുന്നേറ്റത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിനാണ് ചുവപ്പ് കാർഡ്. അനാവശ്യമായ ചുവപ്പ് കാർഡായിരുന്നു ഇതെന്ന് നിസ്സംശയം പറയാം. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ 2-0 ജയം മെക്സിക്കോയ്ക്കൊപ്പം.